ഹിമാചൽ പ്രദേശിൽ ഇന്നലെയുണ്ടായ മേഘവിസ്ഫോടനത്തിൽ 13 പേർ മരിച്ചതായി റിപ്പോർട്ട്. 30ഓളം പേരെ കാണാതായി. മേഖലയിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. വിനീത വിജി വിവരങ്ങളുമായി. വിനീത, ഏറ്റവും പുതിയ വിവരങ്ങൾ. അനുജ, ഈ ഹിമാചലിലെ ശ്രീഗഡ് എന്ന് പറയുന്ന മേഖലയിലാണ് ഇന്നലെ രാത്രിയോടെ മേഘവിസ്ഫോടനം ഉണ്ടായതായാണ് അറിയാൻ കഴിയുന്നത്. ഈ മേഖലയിൽ മിന്നൽ പ്രളയവും ഉണ്ടായിട്ടുണ്ട്. സമാജ്, അതോടൊപ്പം തന്നെ ഭാഗി പാലങ്ങൾക്ക് സമീപമാണ് ഈ മേഘവിസ്ഫോടനവും ഒപ്പം തന്നെ ഈ മിന്നൽ പ്രളയവും ഉണ്ടായത്. ഏതാണ്ട് 13 പേർ മരിച്ചതായാണ് ഇപ്പോൾ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഒപ്പം തന്നെ 40ഓളം പേരെ കാണാതായിട്ടുണ്ട്. ഈ നേരത്തെ തന്നെ ഹിമാചലിൽ ഈ മഴക്കെടുതിയും പ്രളയവും ഒക്കെ തുടരുന്നൊരു പശ്ചാത്തലത്തിൽ NDRF ഉൾപ്പെടെയുള്ളവർ അവിടെ നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനങ്ങൾ എത്രയും വേഗം നടത്താൻ കഴിഞ്ഞുവെന്നാണ് സൈന്യം അറിയിച്ചിട്ടുള്ളത്. അവിടെ ആർമിയുടെ ഉൾപ്പെടെ സൈന്യത്തെ അവിടെ എത്തിക്കുകയും അവിടെയൊക്കെ തന്നെ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. 13 പേർ മരിച്ചതായാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലേക്കൊക്കെ തന്നെ ഈ പ്രളയക്കെടുതിയിൽ മരണം 22 ആയെന്നൊരു റിപ്പോർട്ട് കൂടി ലഭ്യമായിരിക്കുകയാണ്. ഈ സമീപമുള്ള ഉത്തരാഖണ്ഡിലും ഇങ്ങനെ മഴ കൂടുതൽ ശക്തമാകുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഒരു മുന്നറിയിപ്പ് ലഭിച്ചിരിക്കുന്നത് ഹിമാചലിലും ഒപ്പം തന്നെ ഉത്തരാഖണ്ഡിലും വരും മണിക്കൂറുകളിലും മഴ കൂടുതൽ ശക്തമാകുമെന്നാണ് മുന്നറിയിപ്പ് ലഭിച്ചിട്ടുള്ളത്. ഈ രണ്ടിടങ്ങളിലും ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും മഴ കൂടുതൽ കനക്കും. ശനിയാഴ്ച വരെ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. ഹിമാചൽ പ്രദേശിൽ ഇന്നലെ ഉണ്ടായ മേഘവിസ്ഫോടനത്തിലാണ് ഇപ്പോൾ 13 പേർ മരിച്ചുവെന്ന വിവരം വന്നത്.